ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെണ്ടയ്ക്ക സവോള മസാലയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ടൊരു 1/4 കിലോ വെണ്ട എടുത്തിട്ടുണ്ട്. നല്ല ഇളയ വെണ്ടയ്ക്കാണ്, കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു വലിയ സവോള, ഒരു നല്ല പഴുത്ത തക്കാളി, ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് വരണം. ഇപ്പോൾ തക്കാളി ഇതേപോലെ നീളത്തിലാണ്, അല്പം കനത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. സവോള നീളത്തിൽ അല്പം കനം കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. വെണ്ട നമ്മൾ ഇതേപോലെ വലിപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് വേണ്ട അതിലേക്ക് 2 സ്പൂൺ വാളംപുളി, നല്ല കട്ടിക്കുള്ള വാളംപുളിയുടെ വെള്ളമാണ്. പിന്നെ ഒരു 6 വെള്ളുള്ളി കട്ട് ചെയ്തതും 2 പച്ചമുളക് കട്ട് ചെയ്തതാണ്. ഇനി നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചു. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. തീ ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം എണ്ണ ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. എന്നതിന് ശേഷം സവാള ചേർക്കാം. വെള്ളുള്ളി പച്ചമുളക് എല്ലാം ചേർത്ത് ഒരുവിധം ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ അതിൻ്റെ ഇതളൊക്കെ ഒന്ന് വിട്ട് വന്നാൽ മതി. ഈ സമയത്ത് നമ്മൾക്ക് തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റുക. ഒരുപാട് അങ്ങോട്ട് വഴന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഈ സമയത്ത് അതിലേക്ക് വെണ്ട കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അതൊന്ന് വെന്ത് സെറ്റായി വരാൻ വേണ്ടി നമ്മൾക്ക് ആവശ്യത്തിനുള്ള പൊടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾക്ക് ആ പുളിവെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ഞാൻ മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അതുകൂടി ചേർത്തിട്ട് ഇതൊന്ന് 3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. 3 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ വെണ്ടയൊക്കെ ഏകദേശം ഒരു 3/4 വേവ് ആവണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം, ആ പുളിവെള്ളമൊക്കെ വറ്റി ഇന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതൊന്ന് സൈഡിലേക്ക് മാറ്റി ഇതേപോലെ ആക്കി കൊടുത്തതിന് ശേഷം 1 സ്പൂണ് കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ആ ഓയിലിലേക്ക് തന്നെ 1/2 സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാല, പിന്നെ നമുക്ക് ചേർക്കേണ്ട 1/4 സ്പൂണ് വലിയ ജീരകം ചതച്ചാണ്. അതുകൂടി ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ് ഇത് കഴിക്കാനായിട്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. നല്ലപോലെ ആ എണ്ണയിൽ അതൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം വെണ്ടയും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതേപോലെ തന്നെ ചെയ്താൽ മതി. ഇപ്പോൾ നമുക്കതിൽ മുളക് പൊടി പോരാതായി തോന്നുന്നുണ്ട്. അതിന് കുറച്ചുകൂടി മുളക് പൊടി, ഒരു 1/4 സ്പൂണിൽ പകുതി അതുകൂടി ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ഒരു 2 സ്പൂണ് വെള്ളം, ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി. ആ ചേർത്ത മസാലകളൊക്കെ ഒന്ന് ശരിക്കും ഒന്നുകൂടി വെന്ത് ആ വെണ്ടയിലേക്ക് ഒന്ന് പിടിച്ച് വരാനായിട്ടാണ്. അപ്പോൾ ഫ്ലെയിം ഒന്ന് അല്പം കൂടി കുറച്ചതിന് ശേഷം ഒരു 3 മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പോൾ 3 മിനിറ്റ് കൂടി കഴിഞ്ഞ് ഞാൻ അത് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വെണ്ട വേവാനൊക്കെയുള്ള ഈ സമയം ഇത്രയൊക്കെ മതിയാവും. ഇപ്പോൾ കണ്ടില്ലേ, വെണ്ടയൊക്കെ നന്നായിട്ട് വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ആ സവാളയും തക്കാളിയൊക്കെ നല്ല ചേർന്ന് ആ പുളിയുടെ രസവും എല്ലാം കൂടി നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒരു നുള്ളു ഉപ്പ് കൂടി ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി വെണ്ട മസാല ഇവിടെ ശരിയായി വന്നു. അതൊന്ന് ശരിക്കും ഇതേപോലെ ഒന്ന് പൊത്തി വെച്ചതിന് ശേഷം നമ്മളൊരു 2-3-4 മിനിറ്റ് കൂടി അടച്ച് വയ്ക്കുക. എന്നതിന് ശേഷം ഇത് സെർവ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഐറ്റം തന്നെയാണ്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്തായാലും ഇതേപോലെ പെരുംജീരകം ചതച്ചെല്ലാം ചേർത്ത് ഒരിക്കൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാനത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ചോറിൻ്റെ കൂടെ ഈ വെണ്ട മസാലയുണ്ട്, കൂടെ തൈരുണ്ടെങ്കിൽ ഉഷാറായില്ലേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.